ജാഫറൊക്കെ സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ജോണി ആന്റണി അങ്കിളും സൂപ്പർ ആയിരുന്നു. ഡയാന ചേച്ചി സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ കമ്പനി എന്ന് വെച്ചാൽ എല്ലാവരും കമ്പനിയാണ്. അടിപൊളി അടിപൊളി ക്ലൈമാക്സ് സൂപ്പർ. എന്താ പറയുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറേ പേരെ കൊല്ലണമെന്ന് അത് ശരിക്കും പറഞ്ഞാൽ സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഹാപ്പി. നല്ല മൂവി. എല്ലാവരും കണ്ടവരൊക്കെ നല്ല പടമെന്ന് പറയുന്നവരെ നിങ്ങളൊന്നും കണ്ടവർ പറയുന്നുണ്ടല്ലോ നല്ല പടമാണ്. അപ്പം ഇതുപോലെയുള്ള ഈ നല്ല പടമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടല്ല അറിയുന്നത്. അപ്പം പടം ഇറങ്ങുമ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുക. നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയുക. അതേ ഉള്ളൂ. അപ്പം ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം എന്നേ പറയുള്ളൂ. എല്ലാവരും നമ്മളിപ്പോൾ ഒരു അടിസ്ഥാനമായിട്ട് ഒരു സംഭവം നടക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം എടുത്തിട്ടാണ് കളിച്ചേക്കുന്നത്. അതിനകത്ത് തെറ്റും കുറവും കുറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു വലിയ പൈസ മുടക്കി കണ്ടമാനം പൈസ മുടക്കി പിടിച്ച പടമൊന്നും അല്ല ഇത്. നമ്മളുടെ ആ പ്രൊഡ്യൂസറുടെ ഒരു പരിധി നിന്നുകൊണ്ട് പിടിച്ച ഒരു കുഞ്ഞു പടമാണ്. പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് കാശ്മീര എന്ന് പറഞ്ഞ കുട്ടി, ബേബി. ആ കുട്ടി പിന്നെ നമ്മുടെ മാമുക്കോയക്കയുടെ മോൻ നിസാറിനെയും ഇതിനകത്ത് അൻസാറിനെ ഇതിനകത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. 2 പുതുമുഖങ്ങളെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തും. ഒന്ന് ബേബി കാശ്മീര പ്രൊഡ്യൂസറിൻ്റെ മോള് ഇവള്, പിന്നെ ഈ പറയുന്ന നിസാർ മാമുക്കോയ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരാളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അസാധ്യ ഒരു വേഷമാണ് ചെയ്തേക്കുന്നത്. കൂടെ ഞാനും വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും കൂടെ സഹായിക്കുവാണെങ്കിൽ ചിലപ്പോൾ 10 ദിവസം ഓടുമായിരിക്കുന്നേ. അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ മുടക്കിയ പൈസയെങ്കിലും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പറ്റുമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ഓ മികച്ചൊരു കഥ പറയുന്ന മികച്ചൊരു ചിത്രമാണല്ലോ. എന്നിട്ട് കൂടി സ്ക്രീൻ ഭയങ്കര കുറവാണല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? മാർക്കോയുടെ വിജയത്തിലേക്ക് പോകുന്നുണ്ടോ? സ്ക്രീനോ? തിയേറ്ററുകൾ വളരെ കുറവാണല്ലോ. പക്ഷേ മാർക്കോ എന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടമല്ലേ. അപ്പോൾ ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞൊന്നും പറഞ്ഞ് വലിയ ഉണ്ടാക്കി. ആ കൊച്ചൊക്കെ നമ്മുടെ ഏറ്റവും വലിയ അടുത്ത് തന്നെ കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ. ഉള്ളി മൂന്നിലൊക്കെ മറ്റേ എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയിട്ട് ആക്കി എടുത്ത് ചുമ്മാ എന്താ പറയുക, നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾ എത്ര പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്നതിനകത്ത് നിങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നില്ല പോലെ. നിങ്ങളും ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത് ജീവിക്കാനാണ്. അപ്പോൾ ഒരാളെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കരുത്. നമ്മൾ അത് മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗ് ആണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം. അവനെ കൊല വിളിക്കണം ഞാൻ പറയണം. അങ്ങനെ പറയുന്നവർ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരു നിസാര കേസൊക്കെ പറഞ്ഞ് ആൾക്ക് കൊള്ളിയില്ലാത്തവരോട് ആ പോട്ടെ ആക്കിയാൽ ആ കൊച്ചിനോട് ഞാൻ ക്ഷമിച്ചു, ആ കൊച്ചെന്നോട് ക്ഷമിച്ചു കാണും ചിലപ്പോൾ. ഓക്കെ. പടം അടിപൊളി പടമാണ്, നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ പടത്തിലുള്ളത്. പക്ഷേ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാഫ്രിക്കയാണെങ്കിലും ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ലാത്ത രീതിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണറിൽ പോകുന്നൊരു സ്റ്റോറിയാണ്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ കശ്മീര മോളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബേബി ആർട്ടിസ്റ്റാണ്. അപ്പോൾ മോളാണെങ്കിലും മോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇതിനകത്ത് ഈ ഒരു സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പോൾ എനിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, തിയേറ്ററിൽ തന്നെ സിനിമ കാണുക, മാക്സിമം ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈ വരാനുണ്ട് 916 കുഞ്ഞൂട്ടനാണ് ഇനി റിലീസാകാനുള്ളൊരു മൂവി. ഗിന്നസ് ബക്രചാട്ടിൻ്റെ കൂടെയാണ് മൂവി. ഉടനെ ഉണ്ടാകും എന്നാണ് ആസ് ഓഫ് നൗ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുള്ള ഡേറ്റ്സ് ഇതുവരെ ഫൈനലൈസ് ചെയ്തു. വേറെ കമ്മിറ്റ് സ്റ്റോറി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. നല്ല വർഷമായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. സിനിമ കൊള്ളാം, അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെന്താ, എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടനെ ആണെങ്കിലും ജാഫ്രിഡിക്ക് ചേട്ടനെ എല്ലാവരും നന്നായിട്ട് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. എന്തായാലും എല്ലാവരും കാണുക. അഭിപ്രായങ്ങളൊക്കെ നല്ല റിവ്യൂസ്, കറക്റ്റായിട്ടുള്ള റിവ്യൂസ് തന്നെ കൊടുക്കണം എന്ന് ഞാൻ പറയുന്നു. എന്തായാലും കൊള്ളാം, എല്ലാവരും കാണും. നിങ്ങൾ കണ്ടോ സിനിമ? കണ്ടോ? കണ്ടില്ല, ആരും കണ്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും കാണാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു. അവർ കാണിച്ചിരിക്കുന്നത് പിന്നെ അതിനകത്ത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, ജനങ്ങൾ എങ്ങനെ അതിന് പ്രതികരിക്കണം എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പോലീസുകാരാണെങ്കിലും അതിന് എന്താ പറയുക,
ഇപ്പം അതിന് എങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് അവരതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ പെർഫോമൻസ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജാഫർ ഇടുക്കി ചേട്ടനാണെങ്കിലും ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും വളരെ വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാവരും കാണുക, എല്ലാവരും കറക്റ്റ് റിവ്യൂ തന്നെ പറയാം. നല്ല പടം, സൂപ്പർ പടം, നല്ല കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ നന്നായിട്ട്. ജാഫർക്ക് പൊളിച്ച്. ജാഫർക്ക് നമ്മൾ ഇതുവരെ കണ്ട പോലെയല്ല. ഒരു 10 മിനിറ്റൊക്കെ ജാഫർ ഈ സിനിമയിലും കുറച്ച് കോമഡിയൊക്കെ ചെയ്തെങ്കിലും നല്ല ഗംഭീരമായിട്ട് ചെയ്തു. ഇന്ദ്രൻ ചേട്ടൻ എല്ലാവരും നന്നായിട്ട് ചെയ്തു. നല്ലൊരു സന്ദേശമുണ്ട് പടത്തിൽ. കുടുംബങ്ങൾ മുഴുവൻ കാണണം സിനിമ. ഒരു ലാഗിങ് ഒന്നുമില്ല. കണ്ടില്ല പടം? ഒരു ലാഗിങ് ഒന്നുമില്ല സിനിമ. നല്ല സിനിമ. ഒരു മികച്ച ചിത്രമായിട്ട് സ്ക്രീനുകൾ വളരെ കുറവാണ് ഇവിടെ, റിലീസ് വളരെ കുറവാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക? അങ്ങനെ മികച്ചൊരു ചിത്രമായിട്ട് കൂടി റിലീസ് തിയേറ്ററിൽ സെന്ററുകൾ ഭയങ്കര കുറവാണ്. അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ല, അതിപ്പോൾ ഈ ഒരുപാട് പടങ്ങൾ റിലീസായതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അതൊക്കെ നല്ല പടങ്ങളൊക്കെ കളിക്കുക തന്നെ വേണം. അതിപ്പോൾ എവിടെ പോയാലും എന്തായാലും നല്ല സിനിമ കളിക്കുക തന്നെ ചെയ്യും. അത് ആളെ ഏറ്റെടുക്കും. പടം ഒരു വ്യത്യസ്ത പടം, അതായത് സാധാരണക്കാരൻ്റെ ജീവിതകഥ പറയുന്ന, അതായത് കേരളത്തിലുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു ആവിഷ്കരണമാണ് നടന്ന. കേരളത്തിൽ നമ്മളെല്ലാം അറിയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ആവിഷ്കരണം. അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ജാഫർ ഇടുക്കിയുടെ അഭിനയം മികച്ച അഭിനയമാണ്. ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയം, ഇവരെയൊക്കെ അഭിനയം കൊണ്ട് മികച്ചെന്ന് പറയാം. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു നിമിഷം പോലും ലാഗ് ചെയ്യാതെ വ്യത്യസ്തമായ രീതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയാണിത്. ഇത് ആ കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ച ഒരു പുതിയൊരു പെൺകുട്ടി, നല്ല അഭിനയമാണ്. പെർഫോമൻസ് ബേസിൽ ആരും മോശമില്ല. നല്ലൊരു സംവിധാനം, ഒട്ടും പോരടിക്കാതെ ചെയ്യാനായിട്ട് ഇതിനെ സംവിധാനം മാമുക്കോയ, അതുപോലെ ഹരിനാരായണൻ ചേട്ടൻ്റെ നല്ല ഡയറക്ഷൻ, പിന്നെ അതുപോലെ ക്യാമറ വർക്കുകളാണെങ്കിലും, പിന്നെ അദ്ദേഹത്തെ ഹരിച്ചേട്ടൻ്റെ മോനാണെങ്കിൽ നല്ല പെർഫോമൻസ് ചെയ്തു. പിന്നെ നല്ലൊരു സിനിമ. ഇന്ന് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് എതിരെയുള്ളൊരു നല്ല സിനിമ, ഒരു സന്ദേശം തന്നെയാണ്. ഇത് കാണാണ്ട് പോലും മിസ് ചെയ്യരുത്. ഒരുമ്പട്ടവൻ, ജാഫർ ഇടുക്കി, ഇന്ദ്രൻ ചേട്ടൻ കോംബോ വേറെ ലെവലാണ്. ഇതൊരു നല്ലൊരു മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും സങ്കടം വന്നു. ഈ സിനിമയിലൂടെ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇനി അങ്ങനെ ഒരു അക്രമം ഉണ്ടാവാണ്ടിരിക്കട്ടെ. കേരള ജനത ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവരെ സ്പോട്ടിൽ കൊല്ലുക, നിയമത്തിന് വിട്ടുകൊടുക്കരുത്. നല്ല പടം ഗംഭീരമാണ്. സീരിയസ് കോമഡി ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ് സിനിമ. ഒരു കുട്ടികളെ തുടങ്ങുന്ന സിനിമയാണ്. ഒരു എന്താ പറയുക, ഇമോഷണലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ്. നമ്മുടെ ഒരുമട്ടോ നല്ല സിനിമ, സീരിയസ് സിനിമ. നമസ്കാരം, എൻ്റെ പേര് അനുലാൽ എന്നാണ്. ഞാൻ പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം. ഈ സിനിമയിലെ ലോട്ടറി സെല്ലറുടെ റോളാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതെൻ്റെ 3ാമത്തെ സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ വന്നിരുന്ന് ഈ പടം കാണണം. ഇതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ. അതുപോലെ ജാഫർക്കയും ജാഫർക്കയുടെയും ഇന്ദ്രൻ ചേട്ടൻ്റെയും, ജാഫർക്ക് നമ്മളെ ഒരുപാട് ഇമോഷണൽ ആക്കിക്കുന്നുണ്ട് പല സീനുകളിലും. കരഞ്ഞു എന്ന് തന്നെ ഞാൻ പറയാം. നല്ല ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാവരും കുടുംബസമേതം വന്നിരുന്ന് കാണണം ഈ സിനിമ. നല്ലൊരു പടമാണ്. താങ്ക് യു. നല്ലതാണ്. ജാഫർ ഇടുക്കി നന്നായി ചെയ്തിട്ടുണ്ട്. കുറച്ച് സീൻസൊക്കെ വളരെ ഇമോഷണലായി തോന്നി. അതുപോലെ തന്നെ ക്ലൈമാക്സ് വരെ നമുക്ക് കണ്ടിരിക്കാനുള്ളതുണ്ട്. നമുക്ക് ഒട്ടും ബോറടിക്കൊന്നുമില്ല. പിന്നെ ക്ലൈമാക്സ് ഭയങ്കര പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ്. എല്ലാവരും കാണണം തന്നെയാണ് ഞാൻ പറയുന്നത്. സൂപ്പർ പടമായിരുന്നു. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അപാര പെർഫോമൻസ് ആയിരുന്നു. നല്ല ഫീല് തോന്നുന്ന ഒരു പടം. ഇന്റർവെല്ല് തൊട്ട് നമുക്ക് എന്താവും എന്നുള്ള ഒരു ഇതായിരുന്നു. സൂപ്പറായിരുന്നു. ക്ലൈമാക്സ് പൊളിച്ച്. ഞാൻ ഇതിൻ്റെ റൈറ്ററാണ്. ഗോപിനാഥൻ പാഞ്ഞർ. അതിൻ്റെ പിന്നെ ഇതിലൊരു വേഷം ചെയ്തു, ചാട്ടർജിയുടെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പറ്റുന്ന പോലെ പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഫാമിലിയെ കൂടെ പോയി കാണേണ്ട ഒരു സിനിമയും കൂടിയാണ്. ഓരോ വീട്ടിൽ അച്ഛനും അമ്മമാരും ഉള്ള ഓരോ ആൾക്കാരും അവനോട് കുട്ടികളോട് പോയി തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇത് കാണണം. ഇതിലൊരു മെസ്സേജ്, കുട്ടികളെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെ സൂക്ഷിക്കണം എന്നൊരു മെസ്സേജും കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത പടം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ദക്ഷിണകാശിയുടെ തന്നെയാണ്. അടുത്ത പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കണം. വിത്തിൻ ഷോർട്ട് വെയിൽ നമ്മൾ അതിലേക്ക് കിടക്കും. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞാൽ അടുത്ത അതിലേക്ക് കിടക്കും. എനിക്ക് ശരിക്കും തോന്നിയത് ഈ പ്രതികരണശേഷി ഇല്ലാത്ത നമ്മളെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഒരു തീരുമാനമാകാതെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ നിസ്സഹാരായി നമ്മൾ നോക്കി നിൽക്കും അല്ലേ. അപ്പം അങ്ങനെ ഒരു കേസിൻ്റെ ഒരു കഥ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഏതായാലും ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ആയിരുന്നു. നമ്മുടെ ഇന്ദ്രൻ ചേട്ടനായാലും ജാഫറിക്കായാലും ആ കൊച്ചു മോള് ഫസ്റ്റ് ടൈം ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലും ആ കുട്ടി എനിക്ക് തോന്നുന്നു എല്ലാവരെക്കാളും മുമ്പിലോട്ട് പോയോ അഭിനയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്ര രസകരമായിട്ട് അതിൻ്റെ വർക്കുകളെല്ലാം വന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഒരുമ്പെട്ടവൻ എന്ന ഒരു സിനിമ നമുക്ക് മുന്നിൽ എപ്പോഴും ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും തോന്നുന്നു. വളരെ നല്ലൊരു മൂവിയാണ്. എല്ലാവരും ഒന്നിനൊന്നിന് നല്ല രീതിയിൽ മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുന്ന മൂവിയാണ്. എല്ലാവരും കാണുക. എല്ലാവരും കാണേണ്ട പടമാണ്. കാണുക. ഞാനത് തുമ്പിമോളെന്നൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ദ്രൻ ചേട്ടനും ജാഫർക്കയും ഒരേപോലെ രണ്ടും തുല്യ കഥാപാത്രമായിട്ട് നിൽക്കുന്ന ഒരു പടമാണ് ഒരുമിട്ടാണ്. അതിൽ ചെറിയൊരു ഭാഗം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കും ഉണ്ടായി. എന്തായാലും എനിക്കിത് എന്താ മക്കളെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പറ്റിയ ഒരു സിനിമയാണ് ഒരുമിട്ട എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ ഇഷ്ടം, അച്ഛന്മാർക്കൊക്കെ വാത്സല്യം തോന്നുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും ഇത് കാണുക. അത് ചിരിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. സുനിൽ സുഗതേട്ടനും ജാഫർക്കയും കൂടെ തമ്മിലുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും കാണുക. തിയേറ്ററിൽ വന്ന് കണ്ടാൽ അടിപൊളിയായിരിക്കും. ആക്ഷനും എല്ലാ രീതിയിലുള്ളൊരു ചേരിയുള്ളൊരു സിനിമയാണ് ഇവിടെ ഒരുമിട്ടവൻ. അപ്പോൾ കാണുക, അടിപൊളി പടമാണ്. തിയേറ്ററിൽ വരിക. ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ് ഉള്ളത്. ഒരു മാനേജർ റോളാണ്, പക്ഷെ ഉള്ളത് നല്ലതാണ്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നെനിക്ക് തോന്നുന്നു. ഒരു നിങ്ങളൊക്കെ കാണുക. ഓക്കെ, സന്തോഷം. അടുത്ത വർക്ക് ദിലീപേൻ്റെ പടമാണ് ഇറങ്ങാൻ പോകുന്നത്. മാജിക് ഫ്രെയിംസ്. ലിസ്റ്റും ചേട്ടൻ്റെ ഷൂട്ടിംഗ് 2 നടക്കുന്നുണ്ട്. ഒന്ന് ബിജു മനോജയുടെ സിനിമയും പിന്നെ ചാക്കോച്ചൻ്റെ സിനിമയും ഷൂട്ടിംഗ് നടക്കുന്നു. സന്തോഷം. നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഞാനിതിലൊരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട്, കണ്ണൂർ ശിവദാസ് സാറിൻ്റെ മോളായിട്ട്. പിന്നെ ഇതിലെനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നത് സുജീഷേട്ടനാണ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ കൊച്ചില്ലേ കാശ്മീര, അവളുടെ പെർഫോമൻസ് അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. ത്രില്ലറാണ്. പിന്നെ അവരുടെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് പിന്നെ പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഭയങ്കര അടിപൊളിയായിരിക്കുമല്ലോ, ഉറപ്പാണ്. ആർട്ടിസ്റ്റ് സൂപ്പറായിരുന്നു. ഇത് നടന്നൊരു സംഭവമാണ്. എല്ലാവരും പോയി കാണണം. സത്യമായിട്ട് നടന്ന സംഭവമാണ്. എല്ലാവരും പോയി കാണണം. എല്ലാ തിയേറ്ററിലും റിലീസായ എല്ലാ തിയേറ്ററിലും പോയി ഹൗസ്ഫുൾ ആയിക്കോണം. അത്രേ ഉള്ളൊരു കാര്യം. പറ്റുന്ന സമയവും സന്ദർഭം ഉണ്ടാക്കി തിയേറ്ററിൽ ഒന്ന് പടം കാണുക. ഈ വലിയ ഒരു ആർട്ടിസ്റ്റുകളില്ലാത്തൊരു സിനിമയല്ല, കണ്ടില്ലേ? ഇന്ദ്രൻ ചേട്ടനുണ്ട്. ഒരു മെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ കുറേ ആൾക്കാർ ചെയ്തിരിക്കുന്ന. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം, സഹകരിക്കണം. വലിയ പടങ്ങൾ കാണുന്ന കൂടെ ഇതും ഒന്ന് കാണണം. ഓക്കെ, ബാക്കി എന്താണ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ? അല്ലെന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിനൊരു കഷ്ണം എടുത്തിട്ടൊക്കെ എന്താ കാണിച്ചു വിട്ടേ? നീയാണോ? എന്നെ പോലെ താടിക്കാരനാണല്ലോ. എൻ്റെ പേര് ചിഞ്ചു എന്നാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അല്ലെ കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു മെസ്സേജാണ് ഈ പടത്തിലുള്ളത്. എല്ലാവരും നേരിട്ട് കാണുക. കണ്ണു നിറയാതെ ആർക്കും ഈ പടം കണ്ട് ഇറങ്ങാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. അനിത ഇവിടെ ഈ രറ്റുപെട്ട അതോ അങ്ങനെ നീണ്ട നിരല്ലേ? നീ അങ്ങോട്ട് തിരിച്ചു വെച്ചു. നീ എന്നെ മാത്രം പിടിച്ചില്ല, അങ്ങോട്ട് തിരിച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ എല്ലാ പടവും വിജയിപ്പിക്കുന്ന പോലെ നമ്മുടെ പടമൊന്നും എല്ലാവരും കാണാമെന്നുള്ളൂ. ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ പുറകെപ്പുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കാം. ഓക്കെ, ബായ്. അടുത്ത വിധം സാറിൻ്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അന്തോണിയില്ലേ, അമ്പാർക്ക് അന്തോണി അതിലെ വില്ലിനെ പോലെ തോന്നി. കാരണം അത്ര നല്ല പെർഫോമൻസാണ്. പിന്നെ ഇന്ദ്രൻ സാറിനാണെങ്കിലും ജാഫർക്കാണെങ്കിൽ ഗംഭീരമായിട്ട് പെർഫോമൻസ് വാല്യുള്ള സിനിമ തന്നെയാണ് ഒരുമിട്ട സിനിമ. ഒരു ഫാമിലി ഇമോഷണൽ സംഭവമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കോമഡി കുറച്ച് വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ പാട്ടുകളുണ്ട്, പിന്നെ രസിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്. അത് കുറച്ച് ഇമോഷണൽ എലമെന്റ്സ് ആണ് കൂടുതൽ. കരയാനുള്ള എലമെന്റ്സ് കൂടുതലുണ്ട്. ക്ലൈമാക്സിൽ കണ്ടിരിക്കാൻ പറ്റും.